ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ ദിവസത്തെ മുഴുവൻ കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഈ ദിവസത്തെ നമുക്ക് ഒരുമിച്ച് മുദ്രവയ്ക്കാം, പ്രാർത്ഥിക്കാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ലോകത്തിൻ മുൻപിൽ ഞാനൊന്നുമില്ലാത്തൊരു എളിയവളാകുകിലും ദൈവമേ, നിൻ മുൻപിൽ ദാസിയാം ഞാനൊട്ടും ചെറുതായി പോവരുതേ. ലോകത്തിൻ കണ്ണിൽ ഞാൻ വിജയിച്ചിടാത്തൊരു മോശയായി തീരുകിലും ദൈവമേ, നിൻ മുൻപിൽ ദാസിയാം ഞാനൊട്ടും ചെറുതായി പോവരുതേ. എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം 18-ാം വാക്യം. ജോൺ ചാപ്റ്റർ 15 വേഴ്സ് 18. ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നെങ്കിൽ അതിനു മുമ്പേ അത് എന്നെ ദ്വേഷിച്ചുവെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നുവെങ്കിൽ അതിനു മുമ്പേ അത് എന്നെ ദ്വേഷിച്ചുവെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഒരു നല്ല ക്രിസ്ത്യാനിയെ ലോകം എതിർക്കും, വെറുക്കും. ലോകത്തിനെങ്ങനെയാണ് മിശിഹായുടെ വഴിയെ നടക്കുന്നവനെ അംഗീകരിക്കാൻ പറ്റുന്നത്? അതുകൊണ്ട് ആരും നമ്മളെ എതിർക്കുന്നില്ലെങ്കിൽ നമ്മൾ അല്പം സംശയിക്കണം. Am I in the right track? കർത്താവിനെ ഗൗരവത്തോടെ എടുക്കുന്നവനെ ലോകം വെറുത്തില്ലെങ്കിലേ അത്ഭുതവും. ഒടുക്കം ഒരു ചോദ്യമാണ് ബാക്കി. കയ്യടി തേടുന്നത് ലോകത്തിൻ്റെതോ ദൈവത്തിൻ്റെതോ? ആ ചോദ്യത്തിൻ്റെ ഉത്തരമാകണം ജീവിതം. അതിൻ്റെ ഒടുക്കം നമുക്ക് കണ്ടെത്താൻ കഴിയണം. ലോകത്തിൻ്റെ മുമ്പിൽ തോറ്റുപോയാലും, അവരുടെ കണ്ണിൽ ഞാനൊരു മണ്ടനായി കരുതപ്പെട്ടാലും സാരമില്ല, എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ, ഈശോയുടെ മുമ്പിൽ വിലയുള്ളവനായി അവൻ എന്നെ കരുതിയാൽ മതിയെന്ന്. അത്തരമൊരു ആർജവത്വത്തിലെ ക്രിസ്തീയ ജീവിതം ജീവിക്കാൻ നമുക്ക് കഴിയും. ലോകത്തിൻ്റെ കയ്യടി നേടുന്നവൻ ഒരു നല്ല ക്രിസ്ത്യാനിയാകാൻ തരമില്ല. ലോകം നമ്മളെക്കുറിച്ച് നല്ലതേറെ പറഞ്ഞിട്ട് ഒടുക്കം കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുന്ന നേരത്ത് കർത്താവ് അറിയില്ലെന്ന് പറഞ്ഞു കളഞ്ഞാലും, ലോകമെത്ര ഉയർത്തിയാലും ദൈവം ഉയർത്തിയില്ലെങ്കിൽ പോയില്ലേ? തിരിച്ചും ലോകമെത്ര താഴ്ത്തിയാലും ദൈവം ഉയർത്തിയാൽ അതല്ലേ ഏറ്റവും വലുത്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ ഈശോ മിശിഹായേ, ലോകത്തിൻ്റെ മുമ്പിൽ, ലോകത്തിൻ്റെ കണ്ണിൽ ഞങ്ങൾ തോറ്റുപോയാലും, ഞങ്ങൾ അപമാനിക്കപ്പെട്ടാലും, ഞങ്ങൾ തകർക്കപ്പെട്ടാലും, ഞങ്ങൾ പരിഹസിക്കപ്പെട്ടാലും, ഞങ്ങൾ ഒറ്റപ്പെട്ടാലും സാരമില്ല ഈശോ. നിന്റെ മുമ്പിൽ നിൽക്കുന്ന കാലത്ത് നീ നിൻ്റേതായി എന്നെ ഒന്ന് ചേർത്ത് പിടിച്ചാൽ മതി. നിന്റെ സ്ലീവായോട് ചേർത്ത് എന്നെ ഒന്ന് നിർത്തിയാൽ മതി. കർത്താവേ, ലോകത്തിൻ്റെ പ്രീതി തേടുന്നവരാകാതെ തിരുഹിതം ജീവിക്കുന്നവരാകുവാൻ ഞങ്ങളെ പഠിപ്പിക്കണേ. ഈ ദിവസത്തിൻ്റെ എല്ലാ വ്യാപാരങ്ങളെയും ഈശോയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ദിവസത്തിൻ്റെ ആശീർവാദം നമുക്കൊരുമിച്ച് സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ലോകത്തിൻ മുൻപിൽ